ഉറപ്പായിട്ടും വീട്ടിലൂടെയൊക്കെ ഫുൾ ടൈം പാടിക്കൊണ്ട് നടക്കും. അല്ലാതെ കുറച്ചുകൂടെ പാടാം. അത് ഇവൻച്വലി നമുക്കിപ്പോൾ ടൈം അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. കാരണം പാട്ടിനൊക്കെ നമ്മൾ ആ സമയം കൊടുക്കണം, പ്രാക്ടീസ് ചെയ്യണം, റിഹേഴ്സ് ചെയ്യണം. അപ്പോൾ അത്രയും ടൈം എടുക്കുന്നില്ല. സമയമുണ്ടല്ലോ എന്നുള്ള ദൈവമേ, സമയമുണ്ടല്ലോ. അതെ, ഈ എവർ ആഫ്റ്റർ ബാൻഡ് ഞങ്ങളെ റീസൺ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ബാംഗ്ലൂർ പോയേക്കാണ്. അപ്പൊ ഞാനിങ്ങനെ അവരോട് സംസാരിച്ച് പോയിട്ട് നീ മെഡോൺ ടീച്ചർ ഇന്റർവ്യൂ ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴേക്ക് എൻ്റെ ഫ്രണ്ട് സഡൻ ആയിട്ട് ആളിങ്ങനെ എവർ ആഫ്റ്റർ ബാൻഡിൽ ലൈക്ക് 7 years കറക്റ്റ് കണക്കൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. 7 years മുന്നേ ആള് പാടിയിട്ടുണ്ട്, പിന്നെ ഇടയ്ക്ക് ബ്രേക്ക് വന്നു, ഇപ്പൊ 1 year മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. ഞാൻ ഡീറ്റെയിൽസ് പറ അവളോട് ഇങ്ങനെ ചോദിക്കായിരുന്നു. അപ്പൊ ആ ഒരു എവർ ആഫ്റ്റർ ബാൻഡ് അതെങ്ങനെ ഫോം ചെയ്തു, ആ ഒരു അതെങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്ന് അറിയണം. അത് നമ്മൾ ആക്ച്വലി യൂട്യൂബ് റൂട്ടസ് എന്ന് പറഞ്ഞൊരു ഫിലിം ഇറങ്ങിയപ്പോൾ അതിന്റെ മ്യൂസിക് ഡയറക്ടറും ആയിട്ട് നമ്മൾ മോജോ ഒക്കെ ചെയ്തത്. അപ്പൊ അങ്ങനെ നമ്മൾ ബാൻഡ് ഫോം ചെയ്തതാ. ഇപ്പൊ റൈറ്റ് നൗ ആക്ച്വലി നമ്മുടെ ബാൻഡ് ആക്റ്റീവ് അല്ല, കാരണം ആൾക്കാരൊക്കെ ഡിഫറെന്റ് സ്ഥലങ്ങളിലേക്ക് പോയി. ഞാൻ നോക്കി ലൈക്ക് 5, 6 or 7 വീഡിയോസ് എന്തോ മാത്രമേ. പിന്നെ അവർക്ക് ഈ ഒറിജിനൽ കോമ്പോസിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നും നമുക്ക് എല്ലാവർക്കും വേറെ വേറെ ജോലികളുണ്ട്. സോ ഐ ഫീൽ ഒരു ബാൻഡാക്കി കൊണ്ടുപോകണമെങ്കിൽ ഫുൾ ഫോക്കസ് അതിൽ വേണം. നമ്മൾ അതൊരു പാഷൻ എന്നുള്ള രീതിയിൽ തുടങ്ങിയതാ. ഇന്ന് ആക്ച്വലി ഇറ്റ്സ് ബിൻ എ ലോങ് ടൈം. എവറിബഡി ഈസ് ഇൻ ഡിഫറെന്റ് പ്ലേസസ്. ഒരാൾ ദുബായിലാണ്, ഒരാൾ അവിടെ ഇവിടെ, അങ്ങനെയാണ്.